എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തിനെത്തിയ ഏതാനും വൈദികരെ തടഞ്ഞ് ഒരു വിഭാഗം വിശ്വാസികൾ നടപടി നേരിട്ട വൈദിക സമിതി യോഗത്തിൽ പങ്കെടുക്കരുതെന്നായിരുന്നു ആവശ്യം. ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ സെന്റ് മേരീസ് ബസിലിക്കയിൽ പ്രാർത്ഥനായജ്ഞം തുടങ്ങി. കുർബാന തർക്കത്തെ തുടർന്ന് സെന്റ് മേരീസ് ബസിലിക്കയിൽ വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സം വന്നതോടെയാണ് ഇവിടെ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. സ്ഥലമാറ്റം ലഭിച്ചിട്ടും സ്ഥാനത്ത് തുടരുന്ന അഡ്മിനിസ്ട്രേറ്റർക്കെതിരായ സഭാ സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധിയും ഇവർ ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും തരത്തിൽ നടപടി നേരിട്ട വൈദിക സമിതി യോഗത്തിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് യോഗത്തിനെത്തിയ ഏതാനും വൈദികരെ ഇവർ തടഞ്ഞു. പ്രതിഷേധം സംഘർഷത്തിലേക്ക് കടക്കുമെന്നായതോടെ പോലീസ് ഇടപെട്ടു. 40-ലധികം വരെ പോലീസ് അനാവശ്യമായി കസ്റ്റഡിയിലെടുത്തെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വൈകാതെ വിശ്വാസികൾ ബസിലിക്കയിൽ പ്രവേശിച്ച് പ്രാർത്ഥനായജ്ഞം തുടങ്ങി. ഞങ്ങൾ അവരെ വിട്ടയക്കുന്നത് വരെ, ഏകീകൃത കുർബാന സംബന്ധിച്ച് ഉറപ്പ് കിട്ടുന്നത് വരെ വിശ്വാസ സമൂഹം സമാധാനപരമായി പ്രാർത്ഥന തുടരും. മാത്രവുമല്ല, നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ അറസ്റ്റ് ചെയ്ത അതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. വിവിധ ഇടവകകളിൽ നിന്ന് വിശ്വാസികൾ പിന്തുണയുമായി. അതേസമയം അതിരൂപത ഭരണ സംവിധാനമായ കൂരിയ പിരിച്ചുവിടണമെന്ന് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. വൈദികരെ തടഞ്ഞ് സംഘർഷമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും അൽമായ മുന്നേറ്റം കുറ്റപ്പെടുത്തി. അവരുടെ പ്രധാന ഉദ്ദേശം തന്നെ ഇന്ന് ആ വൈദിക സമിതി അവിടെ നടക്കരുത്. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞങ്ങളുടെ ഈ സമരം അവസാനിക്കുകയുള്ളൂ. ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ തീരുന്ന സമരമല്ല ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വത്വം നേടിയെടുക്കുവാനുള്ള ഒരു പോരാട്ടമാണ്. ചർച്ചകൾ തുടരുമെന്നും അടുത്ത മാസം 3-ന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വൈദിക സമിതി സെക്രട്ടറി പ്രതികരിച്ചു. ഇനി തുടർന്നുള്ള ചർച്ചകൾ ഉണ്ടാകും. മറ്റു വൈദികരെ എല്ലാവരെയും കേൾക്കും. അതിനുശേഷം സാവധാനം ജൂലൈ 3-നകം ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ശക്തമായി രംഗത്തെത്തിയതോടെ സംഘർഷം ഒഴിവാക്കാൻ അതിരൂപത ആസ്ഥാനത്തും ബസിലിക്കയിലും പോലീസ് സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.